ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദരി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല വഅൻത തജ്അലുൽ ഹസ്ന ഇദാ ശിഅ്ത സഹല. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ സൂറത്തുൽ കഹ്ഫിൻ്റെ 13, 14, 15 ആയകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 10, 11, 12 ആയകൾ പഠിച്ചിരുന്നു അല്ലേ. ഇതിൽ നമ്മൾ പഠിച്ചിരുന്നു എന്താണ്, അസ്ഹാബുൽ കഹ്ഫിൻ്റെ കഥയുടെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ചെറിയ വിവരണമാണ് നമ്മൾ ആ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതിൽ ഈ ഒരു 13, 14, 15 ആയ അല്ലെങ്കിൽ 13ാമത്തെ ആയ മുതൽ കുറച്ചും കൂടി വിശദീകരിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അസ്ഹാബുൽ കഹ്ഫിൻ്റെ കഥ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നമുക്കെല്ലാവർക്കും പറഞ്ഞു തരാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് 13ാമത്തെ ആയ നോക്കാം. പിന്നെ മീനിങ് നോക്കാം ആദ്യം. നഹ്നു എന്ന് പറഞ്ഞാൽ നാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിശേഷിപ്പിക്കുന്നതാണ് എന്ത്, നഹ്നു. സാധാരണ നഹ്നു എന്നുള്ളത് കൂടുതൽ ആളുകൾ വരുന്ന സമയത്ത് യൂസ് ചെയ്യുന്നൊരു ളമീറാണ് നഹ്നു. ഓക്കെ, അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ മഹാത്മ്യം അറിയിക്കാൻ അല്ലെങ്കിൽ ബഹുമാനത്തിൻ്റെ പ്രയോഗമായിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, നഹ്നു യൂസ് ചെയ്തത്. നഹ്നു അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നഹ്നു നഖുസ്സു എന്ന് പറഞ്ഞാൽ വിവരിച്ച് തരിക എന്ന് പറഞ്ഞാൽ കഥ പറഞ്ഞു തരിക, ഖിസ്സ പറഞ്ഞു തരിക. നഖുസ്സു എന്ന് പറഞ്ഞാൽ ഇവിടെ നാം, ഇവിടെ നൂന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം എന്നുള്ളതാണ്. നഖുസ്സു നാം കഥ പറഞ്ഞു തരാം. നഖുസ്സു അലൈക എന്ന് പറഞ്ഞാൽ നിനക്ക്. ഈ ക എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അലൈക നിനക്ക്, അലൈക. നബഅഹും എന്ന് പറഞ്ഞാൽ അവരുടെ വർത്തമാനം. നബ എന്ന് പറഞ്ഞാൽ വർത്തമാനം, വർത്തമാനം. ഹും അവരുടെ. അപ്പം നബഅഹും എന്ന് പറഞ്ഞാൽ അവരുടെ വർത്തമാനം. ഇവിടെ ഈ അവരെന്ന് പറയുന്നത് കഹ്ഫിലെ ചെറുപ്പക്കാരാണ് അല്ലേ. കഹ്ഫിൻ്റെ ഉള്ളിൽ അഭയം തേടിയ ആളുകൾ, അവരാണ് ഹും. നബഅഹും ബിൽ ഹഖ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ, ശരിക്ക് എന്ന് പറഞ്ഞാൽ സത്യമായ രീതിയിൽ. ബിൽ ഹഖ് ശരിക്ക്, യഥാർത്ഥത്തിൽ. അപ്പോൾ നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്. അപ്പോൾ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിനക്ക് അവരുടെ കഥ ഞാൻ ശരിയായ രീതിയിൽ പറഞ്ഞു തരാം, വിവരിച്ചു തരാം എന്ന് പറയാണ്. എന്നിട്ട് കഥ പറയാൻ തുടങ്ങുകയാണ്. ഇന്നഹും എന്ന് പറഞ്ഞാൽ തീർച്ചയായും, ഹും അവർ, തീർച്ചയായും അവർ. ഇന്നഹും ഫിത്യത്തുൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചിരുന്നു. ഫത്തൻ എന്ന് പറഞ്ഞാൽ യുവാവ്. ഫിത്യത്തുൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്ലൂരലാണ് യുവാക്കൾ. ഫിത്യത്തുൻ ആമനു അവരെന്ത് ചെയ്തു, അവർ വിശ്വസിച്ചു. ആമനു അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ചു. ആമനു ബിറബ്ബിഹിം എന്ന് പറഞ്ഞാൽ അവരുടെ രക്ഷിതാവിൽ, അവരുടെ റബ്ബിൽ. ബിറബ്ബിഹിം അതുകൊണ്ട് എന്തായി, വസിദ്നാഹും അതുകൊണ്ട് തന്നെ, അപ്പം തന്നെ എന്തായി, എന്ന് പറഞ്ഞാൽ ഒരേ ടൈമിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിരുന്നല്ലോ അല്ലേ. വസിദ്നാഹും, സിദ്ന, ഇത് 3 സംഭവങ്ങളാണ്. വാവ്, സിദ്നാഹും. സിദ്ന എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിക്കുക. സിദ്ന എന്ന് പറഞ്ഞാൽ നാം വർദ്ധിപ്പിക്കുക. ഇവിടെ ഈ നൂന് നാം എന്നുള്ളതിനെ സൂചിപ്പിക്കാനാണ്. നാം എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ നൂന് കൊണ്ട് അർത്ഥമാക്കുന്നത്. വസിദ്നാഹും എന്ന് പറഞ്ഞാൽ അവരെന്ന് പറഞ്ഞാൽ അസ്ഹാബുൽ കഹ്ഫിൻ്റെ ആൾക്കാർ.
വസിദ്നാഹും അവർക്കു നാം വർദ്ധിപ്പിക്കുകയും ചെയ്തു. എന്ത്? ഹുദൻ. ഹുദൻ എന്ന് പറഞ്ഞാൽ സന്മാർഗബോധം. ബോധം ഓൾറെഡി അവർ ഈമാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഈമാനെ വർദ്ധിപ്പിച്ചു കൊടുത്ത്. അപ്പം മൊത്തം അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അവരുടെ കഥ യഥാർത്ഥത്തിൽ ശരിയായ രീതിയിൽ നിനക്ക് ഞാൻ വിവരിച്ചു തരാം, അല്ലെങ്കിൽ റസൂലിന് ഞാൻ വിവരിച്ചു തരാമെന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, അവർ ആരായിരുന്നു? അവർ ഫിറ്റിയത്തുൻ, യുവാക്കളായിരുന്നു. ആ യുവാക്കളുടെ പ്രത്യേകത എന്താണ്? അവർ അവരുടെ റബ്ബിൽ വിശ്വസിച്ചു. ആമനു ബി റബ്ബിഹിം, അവർ അവരുടെ രക്ഷിതാവിൽ അല്ലെങ്കിൽ അല്ലാഹു തആലയിൽ അവർ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ എന്താക്കി? വസിദ്നാഹും ഹുദ, അവർക്ക് അവരുടെ ഈമാനിനെ അല്ലെങ്കിൽ അവരുടെ സന്മാർഗബോധത്തെ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുത്തു. ക്ലിയർ ആയിരിക്കുക. അടുത്തായ റബത്ന എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ന എന്നുള്ളത് എന്താണ്? അല്ലാഹു തആലയെ സൂചിപ്പിക്കാനാണ്. ഓക്കെ, ന എന്നുള്ളത് അല്ലാഹു തആല. റബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാർഢ്യം, വിശ്വാസത്തിലുള്ള ഉറപ്പ്. വിശ്വാസത്തിലുള്ള ഉറപ്പ് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ലെവല്. ഓക്കെ, ഉറച്ച വിശ്വാസം എന്നറിയില്ല, അത് തന്നെ ഉറച്ച വിശ്വാസം. റബത്തുന, അല്ലാഹു തആല എന്തും ചെയ്തു? നേരത്തെ കഴിഞ്ഞ ആയാലും നമ്മൾ പഠിച്ചല്ലോ, ഈമാനെ അല്ലെങ്കിൽ ഹിദായത്തിനെ വർദ്ധിപ്പിച്ചു കൊടുത്ത് എന്നിട്ട് എന്ത് ചെയ്തു? ഹിദായത്തിൽ ഉറപ്പിച്ച് നിർത്തി. ഓക്കെ, എവിടെ? അലാ ഖുലൂബിഹിം, ഖൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം, മേൽ, ഹിം എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയങ്ങൾക്ക്, അവരുടെ ഹൃദയത്തിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയങ്ങൾക്ക് എന്ത് നൽകി? വിശ്വാസത്തിലുള്ള ഉറപ്പ്, ശക്തി നൽകി, ഉറച്ച വിശ്വാസം നൽകി അവർക്ക്. അതങ്ങനെ നൽകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കാമു അവർ നിന്നപ്പോൾ, അല്ലെങ്കിൽ അവർ നിലകൊണ്ടപ്പോൾ എന്തിൽ? എന്നിട്ട് അവർ വിശ്വാസത്തിൽ നിലകൊണ്ട്, അല്ലേ? വിശ്വാസത്തിൽ നിലകൊണ്ടിട്ട് അവർ പറയുകയും ചെയ്തെന്ത്? ഫഖാലു, അവർ പറഞ്ഞു, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, റബ്ബുന, ഞങ്ങളുടെ റബ്ബ്. നമ്മൾ അല്ലാഹു തആല വിളിക്കാൻ ഉപയോഗിക്കുന്ന റബ്ബന പറയും. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, 10ാമത്തെ ആയതിൽ റബ്ബന എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. റബ്ബന ഇപ്പോൾ വിളിക്കാൻ യൂസ് ചെയ്യുമ്പോൾ റബ്ബന, അതിന് ബായ്ക്ക് ഫത്തഹ ഉണ്ടാകുക, റബ്ബന. ഇവിടെ ആണെങ്കിൽ റബ്ബുന, അപ്പോൾ അവർ പറയാണ് ഞങ്ങളുടെ റബ്ബ്, റബ്ബുന, ഞങ്ങളുടെ റബ്ബ്. ഈന അസാബ് കൈഫാണ് ന, റബ്ബുന, ഞങ്ങളുടെ റബ്ബ്, റബ്ബുസ്സമാവാതി വൽ അർദ്, ഞങ്ങളുടെ റബ്ബ് ആരാണ്? ആകാശഭൂമികളുടെ റബ്ബാണ്. എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളെ സൃഷ്ടിച്ച് ഉടമപ്പെടുത്തി നിയന്ത്രിച്ച് കൈകാര്യം ചെയ്യുന്ന റബ്ബാണ് ഞങ്ങളുടെ റബ്ബ്. ആകാശഭൂമികളുടെ റബ്ബാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞ്. എന്നിട്ട് പിന്നെ എന്തും പറഞ്ഞ് ലന്നദുഅ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ, ഇല്ല എന്ന് പറയാൻ. ഇല്ല, ഞങ്ങൾ ഭാവിയിൽ ഇല്ല, ചെയ്യൂല എന്ന് പറയാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ലൻ യൂസ് ചെയ്യുന്നത്. ലൻ നദ്ഉവ, നാം പ്രാർത്ഥിക്കുന്നതേ അല്ല, നാം വിളിക്കുകയേ ഇല്ല, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയേ ഇല്ല. ആരോട്? മിൻ ദൂനിഹി എന്ന് പറഞ്ഞാൽ അവന് പുറമെ. ഇവിടെ ഹീ പറയുന്നത് അല്ലാഹു തആലയാണ്. മിൻ ദൂനിഹി, അവനെ കൂടാതെ, ഇലാഹ, ഒരു ഇലാഹിനെയും, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അല്ലാതെ വേറൊരു ഇലാഹിനെയും അവർ വിളിക്കൂല, അവർ പ്രാർത്ഥിക്കൂല എന്നാണ് അവർ പറയുന്നത്. അവരെന്താ പറഞ്ഞത്? അവർ ആദ്യം എന്ന് പറഞ്ഞു, ഞങ്ങളുടെ റബ്ബ് ആരാണെന്ന് പറഞ്ഞു? ആകാശഭൂമികളുടെ റബ്ബാണ്. റബ്ബുന റബ്ബുസ്സമാവാതി വൽ അർദ്. പിന്നെന്തും പറഞ്ഞു?
ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹ, ആ റബ്ബിനെ കൂടാതെ, ആകാശഭൂമികളുടെ റബ്ബായ ഞങ്ങളുടെ റബ്ബിനെ കൂടാതെ വേറെ ആരെയും എന്ത് ചെയ്യും, വേറൊരു ഇലാഹിനെയും ഞങ്ങൾ വിളിക്കൂല, ഞങ്ങൾ ദുആ ചെയ്യൂല അവരോടും എന്നവർ പറഞ്ഞു അല്ലേ. ലഖദ് ഖുൽന ഇദൻ ശതത, ലഖദ് ഖുൽന, ലഖദ് എന്ന് പറഞ്ഞാൽ ഖദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും, അതിനൊന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് ലാമ്. ലഖദ് തീർച്ചയായും, ഖുൽന, ഖുൽന എന്ന് പറഞ്ഞാൽ നാം പറഞ്ഞു പോകും. എന്ത് ഇദൻ ശതത പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ഇലാഹിനെ വിളിച്ച് ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായി പോകുന്ന അവർ പറയുന്നത്, അനീതി പ്രവർത്തിച്ചത്, അക്രമകാരികളായി പോവും. ഓക്കെ, വേറെ ഏതെങ്കിലും ഒരു ഇലാഹിനെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തായിപ്പോയി, ഷത്തത്ത, ഷത്തത്ത് എന്ന് പറഞ്ഞാൽ അക്രമമായിപ്പോയി അല്ലെങ്കിൽ അനീതിയായി പോകുന്നു. ഓക്കെ, ഇതാന്ന് പറഞ്ഞാൽ ആ സന്ദർഭത്തിനെ പറയുന്നതാണ്. ഇതാൻ ഷത്തത്ത. അപ്പോൾ ആരെങ്കിലും വിളിച്ച് ദുആ ചെയ്യുക. അപ്പോൾ അവർ പറഞ്ഞല്ലോ, ഇവിടെ മുകളിൽ പറഞ്ഞല്ലോ, അള്ളാഹുവിനെ അല്ലാതെ, റബ്ബിനെ അല്ലാതെ വേറെ ആരെയും നമ്മൾ വിളിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ വേറെ ആരെങ്കിലും വിളിച്ച് നമ്മൾ ദുആ ചെയ്താൽ എന്തായിപ്പോവും, ഷത്തത്തനായിപ്പോവും എന്ന് പറഞ്ഞു. ഷത്തത്ത പറഞ്ഞാൽ അനീതിയിൽ പെട്ടു, അല്ലെങ്കിൽ അനീതിയായി പോവും അതെന്ന്, അല്ലെങ്കിൽ അക്രമമാവും അതെന്ന്. അപ്പോൾ ഇത് എന്താണ്, തൗഹീദിൻ്റെ അല്ലേ, തൗഹീദാണ് ഈ പറഞ്ഞത്. അപ്പോൾ ചെറുപ്പക്കാരുടെ അങ്ങേ അറ്റത്തെ അല്ലേ, ഈമാനിൻ്റെ ഏറ്റവും അറ്റത്തെ ഒരു തെളിവാണെന്ത്, ഈ ഒരു ആയ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുക. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല എന്ത് ചെയ്തത്, റബ്ബത്ത്, ഹൃദയത്തിന് ഉറപ്പ് നൽകി, ഉറച്ച ഈമാന് നൽകിയത് അത് കാരണമാണ്. നെക്സ്റ്റ് ആയ ഹഉലാഇ, ഹഉലാഇ എന്ന് പറഞ്ഞാൽ ഈ കൂട്ടർ, ഇവരെന്ന് പറഞ്ഞാൽ ഇത് പറയുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ കഹ്ഫിൻ്റെ ആളുകളാണ്. അസ്ഹാബുൽ കഹ്ഫാണ്, ഫിറ്റിയത്ത് യുവാക്കളാണ് ഇവർ പറയുന്നത്. ഹഉലാഇ എന്ന് പറഞ്ഞാൽ ഈ കൂട്ടർ, ഖൗമുന നമ്മളുടെ ജനത, നമ്മളുടെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ഓടിപ്പോയല്ലോ, അവരുടെ നാട്ടുകാരിൽ നിന്ന്, രാജാവിൻ്റെ അടുത്ത് നിന്നൊക്കെ അവർ ഓടിപ്പോയതല്ലേ. അപ്പോൾ ആ ഒരു ജനതയെ പറ്റിയാണ്, അവരുടെ ജനതയെ പറ്റിയാണ് അവർ പറയുന്നത്. എന്താണ്, ഖൗമുന ഞങ്ങളുടെ ജനങ്ങൾ എന്താണ്, ഇത്തഖദു അവരുണ്ടാക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ അവർ സ്വീകരിച്ചിരിക്കുന്നു, ഇത്തഖദു അവർ പിൻപറ്റിയിരിക്കുന്നു, ആരെ, മിൻ ദൂനിഹി ആലിഹ, മിൻ ദൂനിഹി ആലിഹ. ഇവിടെ ഈ ഹ പറയുന്നത് അല്ലാഹു തആലയാണ്. മിൻ ദൂനിഹി അവന് പുറമെ, അവനെ കൂടാതെ, അല്ലാഹു തആലയെ കൂടാതെ, ആലിഹ ആരാധ്യന്മാർ. അപ്പോൾ അവരുടെ ജനങ്ങൾ, അസ്ഹാബുൽ കഹ്ഫിൻ്റെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ മറ്റുള്ളവരെ ആരാധ്യന്മാരായിട്ട് സ്വീകരിച്ചു. ആലിഹ, ആലിഹ എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്, ഇലാഹിൻ്റെ പ്ലൂറലാണ് ആലിഹ. ഇലാഹ് എന്ന് പറഞ്ഞാൽ ഒരു ഇലാഹ്, ഒരു റബ്ബ്, ഒരു ദൈവം. ആലിഹ എന്ന് പറഞ്ഞാൽ പല ദൈവങ്ങളും, പല ആരാധ്യന്മാരും. അപ്പോൾ അസ്ഹാബുൽ കഹ്ഫിൻ്റെ നാട്ടുകാരുടെ കഥയാണ് ഈ പറയുന്നത്. അസ്ഹാബുൽ കഹ്ഫിൻ്റെ ആളുകൾ പറയാണ്, അവരുടെ നാട്ടുകാർ, ഖൗമുന ഞങ്ങളുടെ ജനങ്ങൾ, അവരെന്ത് ചെയ്യുന്നു, ഇത്തഖദു പിൻപറ്റുന്നു, അല്ലെങ്കിൽ സ്വീകരിച്ചിരിക്കുന്നു, മിൻ ദൂനിഹി ആലിഹ അള്ളാഹുവിനെ കൂടാതെ, ഇവിടെ ഹിയ അള്ളാഹുവാണ്, മിൻ ദൂനിഹി അള്ളാഹുവിനെ കൂടാതെ, അവനെ കൂടാതെ, ആലിഹ ഒരുപാട് ഇലാഹുകളെ സ്വീകരിച്ചിരിക്കുന്നു. എന്നിട്ട് എന്താ അവർ പറയുന്നത്, ലൗല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടില്ല, ലൗല യത്തൂന എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നില്ല, അവർ കൊണ്ടുവരാത്തത് എന്താണെന്ന്, അവരെന്താണ് കൊണ്ടുവരാത്തത്, എന്താ കൊണ്ടുവരാത്തത്, അലൈഹിം അവരെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ഈ ഇലാഹുകളെ സംബന്ധിച്ച്, ബിസുൽത്താനിൻ ബയ്യിൻ, ബിസുൽത്താനി എന്ന് പറഞ്ഞാൽ എന്താണ്, തെളിവുകൾ, ബയ്യിൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായ. അപ്പോൾ ഈ ഇലാഹുകളെ അവർ വിളിച്ച് ആരാധിക്കുന്ന ഇലാഹുകളാണ് അല്ലെങ്കിൽ ദൈവങ്ങളാണ് എന്നുള്ളതിൻ്റെ തെളിവ് കൊണ്ടുവരാത്തത് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അസ്ഹാബുൽ കഹ്ഫിൻ്റെ ആളുകൾ പറയാണ്, എന്ത് പറയുന്നത്, അവരുടെ ജനത അള്ളാഹുവിനെ കൂടാതെ
കുറേ ഇലാഹുകളെ സ്വീകരിച്ചിരിക്കുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നില്ല, അവരെന്ത് ചെയ്തതുമില്ല, അതിന് വ്യക്തമായ തെളിവ് കൊണ്ടുവന്നതുമില്ല. എന്താണ് അവർ തെളിവ് കൊണ്ടുവരാത്തത് എന്നാണ് ചോദിക്കുന്നത്. ക്ലിയറായ തെളിവ് കൊണ്ടുവരാത്തത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്കൊന്നും കൂടി എൻ്റെ തഫ്സീർ ഒന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ആയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അസ്ഹാബുൽ കഹ്ഫിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ, ചരിത്ര സംഭവത്തിനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നഹ്നു നഖുസു, അപ്പോൾ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലെ കഥയുടെ പ്രത്യേകത എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. ഈ ഒരു സൂറത്തുൽ കഹ്ഫിൻ്റെ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് അല്ലേ, വിശുദ്ധ ഖുർആനിലുടനീളം എന്തുണ്ട്, ഉദാഹരണങ്ങളും കഥകളും. ഉദാഹരണങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെയും ഒരുവിധ കഥകളാണ് ഉണ്ടാവുക. കഥ എന്ന് പറഞ്ഞാൽ ചരിത്ര സംഭവങ്ങൾ, കഥകളായിട്ടും ചരിത്ര സംഭവങ്ങളായിട്ടും ഒക്കെ, ഉദാഹരണങ്ങളായിട്ടും കഥകളായിട്ടൊക്കെ പറയുന്നതെല്ലാം എന്താണ്, ചരിത്ര സംഭവങ്ങളാണ്. അപ്പോൾ ഈ കഥയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സാധാരണ കഥ പറയുന്നത് എന്തിന്, എൻ്റർടൈൻമെൻറ്റിനായിരിക്കും അല്ലേ. എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമുക്കൊരു വിനോദത്തിന് വേണ്ടിയാണ് സാധാരണ കഥ പറയുക അല്ലേ. വിനോദത്തിന് വേണ്ടിയാണ് കഥ ആസ്വദിക്കാൻ വേണ്ടിയാണ് കഥ എഴുതുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഥ ഈ വിനോദത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ആസ്വദിക്കാൻ വേണ്ടിയോ അല്ല. എന്തിനാണ്, ഗുണപാഠം പറഞ്ഞു തരാനാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക്, അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അല്ലേ, അള്ളാഹുവിൻ്റെ അടിമകളെ നേർവഴിയിലേക്ക് നടത്താനുള്ള ഗുണപാഠങ്ങൾ പറഞ്ഞു തരാനാണ് എന്ത് ചെയ്യുന്നത്, കഥ പറയുന്നത്. വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ കഥ സത്യമായിരിക്കും. ഇവിടെ പറയുന്നില്ല, ബിൽ ഹഖ് പറയുന്നുണ്ട്, സത്യമായിട്ടുള്ള കഥ, യാതൊരു രീതിയിലുള്ള കൂട്ടിച്ചേർക്കലുകളോ അലങ്കാരങ്ങളോ ഒന്നുമില്ലാതെ കറക്റ്റായിട്ടുള്ള യഥാർത്ഥ സംഭവമാണ്, ഹക്കായിട്ടുള്ള കഥകളാണ് വിശുദ്ധ ഖുർആനിലുണ്ടാകുക. പിന്നെ ഈ കഥയിൽ ഇപ്പം നമ്മൾ അസ്ഹാബുൽ കഹ്ഫിൻ്റെ കഥ നോക്കൂ, അതിൽ എത്ര ആളാണെന്ന് പറഞ്ഞിട്ടില്ലല്ലേ. അല്ലാഹു തആല പറഞ്ഞു തന്നില്ല എത്ര ആളാന്ന് പറഞ്ഞിട്ടില്ല, അവരുടെ പേര് പറഞ്ഞിട്ടില്ല അല്ലേ, പേര് പറഞ്ഞിട്ടില്ല, സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല, അതൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഓക്കെ, അതൊക്കെ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഥയിൽ അതൊക്കെ അൺഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനപ്പെട്ട ഈ ചില കഥകളിലൊക്കെ പ്രധാനപ്പെട്ടപ്പോൾ റസൂലുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും പ്രധാനപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവരുടെ കഥ, അവരുടെ പേര് മാത്രം ഉണ്ടാവും, ബാക്കിയുള്ള ആളുകളുടെ ഒന്നും പേരുണ്ടാവില്ല. ഇപ്പോൾ പേരുകൾ ഒരുപാട് പേര്, ഇപ്പോൾ കുറേ പേരുണ്ടല്ലോ ഇവിടെ, 7 ആളോ അങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ 7 ആളുടെ പേരും പറയാമെന്ന് അറിയുന്ന സമയത്ത് അതൊരു കൺഫ്യൂഷനുള്ള കാര്യമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഗുണപാഠത്തിനേക്കാൾ പ്രാധാന്യം അല്ലേ ആ പേരിലേക്കൊക്കെ ഫോക്കസ് ചെയ്തു പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഥയിൽ എന്തില്ല, പേരുകൾക്ക് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. അതിലുള്ള ഗുണപാഠം മാത്രമാണ് അതിൽ ഊന്നൽ കൊടുക്കേണ്ടത്. ഓക്കെ, ഊന്നൽ കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ്. അതാണ് നഹ്നു നഖുസ്സു അലൈക നബഅഹും. ഈ നബഅഹും എന്ന് പറഞ്ഞാൽ വർത്തമാനമാണ്, അത്ഭുതത്തിൻ്റെ വർത്തമാനങ്ങൾ പറയാനാണ് നബ എന്നുള്ള കാര്യം യൂസ് ചെയ്യുന്നത്. നബ എന്ന് പറഞ്ഞാൽ അത്ഭുത കഥകൾ. ഓക്കെ, അത്ഭുത വർത്തമാനം. നബഅഹും, ഈ അസ്ഹാബുൽ കഹ്ഫിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുത കഥയാണല്ലോ അല്ലേ. നബഅഹും ബിൽ ഹഖ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, യഥാർത്ഥത്തിൽ സത്യമായ രീതിയിൽ കറക്റ്റായ രീതിയിലാണ് അല്ലാഹു തആല ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, റസൂലിന് കഥ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അസ്ഹാബുൽ കഹ്ഫിൻ്റെ അല്ലേ അഹ്ലുൽ കിതാബുകാർക്ക് മാത്രം അറിയാവുന്ന ഒരു കഥയാണെന്ത്, അസ്ഹാബുൽ കഹ്ഫിൻ്റെ കഥ അല്ലേ. അപ്പോൾ എഴുത്തും വായനയും അറിയാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കഥ പറയുക, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ ആ കഥ ഉണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് എന്തിനുള്ള തെളിവാണ്, റസൂല് അള്ളാഹുവിൻ്റെ ദൂതനാണെന്നുള്ളതിന് തെളിവാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്താലല്ലാതെ വേറൊരു രീതിയിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ കഥ കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പം അതുകൊണ്ട് തന്നെ റസൂലിനെ എഴുത്തും വായനയും അറിയാത്ത ആളാണെന്ന് നമുക്കറിയാം അല്ലേ. എഴുത്തും വായനയും അറിയാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ കഥ
അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചത് കൊണ്ട് മാത്രമാണ് ആർക്ക് കിട്ടിയത്, റസൂലിനത് കിട്ടിയത്. ഓക്കെ. അപ്പോൾ ഇനി അവരാരാന്ന് പറഞ്ഞ് ഈ അസ്ഹാബുൽ കഹ്ഫിൻ്റെ ആൾക്കാരെ പറ്റി നമ്മൾ ബ്രീഫായിട്ട് നേരത്തെ പറഞ്ഞില്ലേ, കുറച്ചും കൂടി എക്സ്പ്ലനേഷനാണ് ഈ പറയുന്നത്. അപ്പോൾ ഇന്നഹും അവരായിരുന്നു ഫിറ്റിയത്തുൻ എന്ന് പറഞ്ഞാൽ യുവാക്കളായിരുന്നു. അപ്പോൾ പിന്നെ ഈ ഒരു പോയിൻ്റ്, ഈ ഒരു ഏജിൻ്റെ ഈ ഒരു കാര്യം അള്ളാഹുവിടെ എന്ത് ചെയ്യുന്നത് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പേരുകൾ, ആൾക്കാരുടെ പേരുകൾ, സ്ഥലത്തിൻ്റെ പേരുകളൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ അൺഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് പറയാതിരുന്നത്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ഈ ഒരു ഏജിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നമ്മളുടെ ജീവിതത്തിലെ നമ്മളുടെ പ്രായത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ഏജിനെ പറ്റി ചോദ്യം ചെയ്യും. ജീവിതത്തിൽ നമ്മൾ ഓരോ പ്രായത്തിലും എന്താണ് നമ്മൾ ചെയ്തത് എന്ന് നമ്മൾ ചോദ്യം ചെയ്യും. ആ കൂട്ടത്തിൽ പ്രത്യേകമായിട്ട് ചോദ്യം ചെയ്യുന്ന ഒരു കാലഘട്ടമാണെന്ത്, യുവാക്കൾ അല്ലെങ്കിൽ യുവത്വം എന്നുള്ളത് അള്ളാഹു പ്രത്യേകമായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. തന്നെയുമല്ല യുവത്വത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് മനസ്സിലാക്കിയിട്ടുണ്ട്, യുവത്വത്തിലാണ് അല്ലേ ശക്തിയും മാനസികവും ശാരീരികവുമായ ശക്തി ഏറ്റവും ടോപ്പിലെത്തി നിൽക്കുന്ന ഒരു അവസരമാണ് ഈ യുവത്വം എന്നുള്ളത്. അപ്പം കൂടുതൽ തിന്മയിലേക്ക് പോകാനുള്ള സാഹചര്യവും അതുകൊണ്ട് തന്നെ കൂടുതലുള്ളൊരു പ്രായമാണ് യുവാക്കൾ എന്നുള്ളത്. അപ്പോൾ ഈ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്തില്ല, ഒരു തിന്മയിലേക്കും പോവാതെ റബ്ബിലേക്ക് അടുത്ത് അവരെന്താ ചെയ്തത് അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിന് വേണ്ടി അല്ലെങ്കിൽ ദീനിന് വേണ്ടി അല്ലെങ്കിൽ ഈമാനെ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ എല്ലാ സൗകര്യങ്ങളും എല്ലാ ജീവിതത്തിലുള്ള എല്ലാ ഉപാധികളും പിന്നെ ജീവിത വിഭവങ്ങളെല്ലാം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അലങ്കാരങ്ങൾ, ഭൂമിയുടെ അലങ്കാരങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടാണ് എന്ത് ചെയ്തത്, അവർ ഗുഹയിലേക്ക് ഓടിപ്പോയത് അവരുടെ ഈമാനെ സംരക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ ആ ഒരു പ്രാധാന്യം കൊണ്ടാണ് ആ പ്രായത്തിനെ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിരുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു, അവരെന്ത് ആക്കിയെന്ന് അല്ലാഹു തആല പറഞ്ഞു, അവർ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദ അല്ലേ, അവർ വിശ്വസിച്ചു അല്ലേ, അതുകൊണ്ട് അല്ലാഹു തആല എന്ത് ചെയ്തു, അവർക്ക് ഹിദായത്ത് വർദ്ധിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളൊരു പാഠം എന്താണെന്ന് വെച്ചാൽ, ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്യണം, ഒരു ഫസ്റ്റ് പ്രവൃത്തി നമ്മൾ ചെയ്യണം. ഓക്കെ അല്ലേ. ഇവരാണ് ആദ്യം അവർ വിശ്വസിച്ചു, അതുകൊണ്ടാണ് എന്ത് ചെയ്തത് അല്ലാഹു തആല വിശ്വാസം വർദ്ധിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ നമ്മൾ അല്ലാഹു തആലയുടെ മാർഗത്തിൽ എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയുള്ള അല്ലാഹു തആല നമുക്ക് വർദ്ധിപ്പിച്ച് തരും എന്നാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. ഈമാൻ തന്നെയാണെങ്കിലും ഈമാനിലോട്ട് നമ്മൾക്ക് ഈമാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈമാനിൽ ഈമാനിൽ വർധനവുണ്ടാവും. ഈമാനിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ച് തരും. എങ്ങനെയാണ് വർദ്ധിപ്പിക്കുക എന്ന് വെച്ചാൽ, നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് നല്ല പ്രവൃത്തി കൊണ്ട് ഈമാൻ വർദ്ധിക്കും. നേരെ മറിച്ച് ചീത്ത പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവിടെ ഈമാൻ എന്ത് ചെയ്യും, കുറയുകയും ചെയ്യും. അപ്പോൾ ഈമാനിന് പല ഘട്ടങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഘട്ടം എന്താണെന്ന് വെച്ചാൽ അറിയുക. ഫസ്റ്റ് നമ്മൾ അറിയുക. ആദ്യം ഈമാൻ്റെ ആദ്യ പടി എന്നുള്ളത് അറിയുക. എന്താ അറിയുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി അറിയുക. അല്ലാഹു ഉണ്ട് എന്നുള്ളത് അറിയുക. അല്ലാഹുവാണ് എല്ലാത്തിനെയും ആകാശഭൂമികളെയും നമ്മളെല്ലാവരെയും സൃഷ്ടിച്ചത്, നമ്മളെ സംരക്ഷിക്കുന്നത്, നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെന്ന് അറിയുക. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തത് ഈ അറിഞ്ഞ ഇതിൽ അടിയുറച്ച് വിശ്വസിക്കുക. അറിഞ്ഞ ഒരു അറിവില്ലേ, അല്ലാഹു തആലയെ പറ്റി അറിഞ്ഞ കാര്യം എന്ത് ചെയ്യുക, അത് അടിയുറച്ച് വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിച്ച് കഴിയുന്ന സമയത്ത് നമുക്കൊരു ഇമോഷൻ, ഒരു വൈകാരികമായൊരു കണക്ഷൻ ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും നമുക്കൊരു സ്നേഹം ഉണ്ടാകും. അപ്പം മറ്റെന്തിനേക്കാളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കാൻ പറ്റണം. അങ്ങനെ പറ്റണം. അതാണ് അതിൻ്റെ അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്.
നമ്മൾ അടിയുറച്ച് വിശ്വസിച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും, ഒരു വൈകാരിക കണക്ഷൻ, വൈകാരികമായി നമ്മൾ അള്ളാഹുവിനോട് കണക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അള്ളാഹു താലയോട് സ്നേഹം തോന്നും. അപ്പോൾ നമുക്ക് ഭയവും പ്രതീക്ഷയൊക്കെ അപ്പം ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു തആലയെ ഓർത്ത് കരയാനോ അള്ളാഹുവിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കാനും അല്ലേ, ഒരു എന്താ നമുക്ക് ആരോടും ഇല്ലാത്തൊരു കണക്ഷൻ എന്ത് വരും, അള്ളാഹു സുബ്ഹാനഹു തആലയോട് ഉണ്ടാവണം. ഓക്കെ, അങ്ങനെ നമ്മളെ മനസ്സിലൊക്കെ ക്ലിയർ ആയിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നാവിലൂടെ പുറത്ത് വരും. പിന്നെ ലാസ്റ്റ് ഘട്ടത്തിൽ കർമ്മങ്ങളിലൂടെ അത് പ്രതിഫലിക്കുകയും ചെയ്യും. അപ്പോൾ ഹൃദയത്തിലുള്ളത് എന്തിലൂടെയാണ് പുറത്ത് വരും, നാവിലൂടെ അത് പുറത്ത് വരും. പിന്നെ അത് കർമ്മങ്ങളിലൂടെ പ്രതിഫലിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കൂ. പിന്നെ അസ്ഹാബുൽ കഹ്ഫിൽ അവരെന്താ ചെയ്തത്, അവരുടെ ഹൃദയത്തിൽ ഈമാനുണ്ട്. അവർക്ക് ഈമാനുള്ളത് കൊണ്ട് തന്നെ അള്ളാഹു തആല എന്ത് ചെയ്ത് അത് വർദ്ധിപ്പിച്ച് കൊടുക്കുകയും ചെയ്ത്. ഈമാൻ ഉണ്ട്, അപ്പോൾ അള്ളാഹു തആല എന്ത് ചെയ്ത് അത് വർദ്ധിപ്പിച്ച് കൊടുത്ത്. പിന്നെ അടുത്ത ആയാലും നമ്മൾ നോക്കുക, അടുത്ത ആയാലും എന്താണ്, റബത്തിന് അവർക്ക് ഈമാനുണ്ട്. പിന്നെ അള്ളാഹു തആല ഈമാനെ വർദ്ധിപ്പിച്ചു കൊടുത്ത്. പിന്നെ എന്തും കൊടുത്ത്, വിശ്വാസദാർഢ്യം കൊടുത്ത് അല്ലേ, വിശ്വാസത്തിൽ ഉറപ്പുള്ളൊരു വിശ്വാസവും കൊടുത്ത്. എവിടെ, അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ. എന്ത് കാരണത്താലാണ്, ഇത് ഖാമൂ ഫഖാലു. അപ്പോൾ ഇവിടെ നമ്മളെ ലാസ്റ്റ് 4th സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞല്ലോ നാവിലൂടെ പുറത്ത് വരും. അപ്പോൾ ഇവരുടെ നാവിലൂടെ അത് പുറത്ത് വന്ന് അവരെന്ത് പറഞ്ഞ്, അതെന്താ പറഞ്ഞത്, ഫഖാലു റബ്ബുന, ഞങ്ങളുടെ റബ്ബ് ആരാണ്, റബ്ബുസ്സമാവാതി വൽ അർദ് അല്ലേ. അപ്പം നോക്കൂ, നാവിലൂടെ പുറത്ത് വന്നത്. ഓക്കെ, ലൻ നദ്ഉ മിൻ ദൂനിഹി ആലിഹ, അല്ലാഹു തആലയെ കൂടാതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ, അല്ലാഹു തആലയെ കൂടാതെ വേറൊരു ഇലാഹിനെയും ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കൂല. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്താവുന്ന അവർ പറയുന്നത്, നമ്മൾ അക്രമികളായി പോകും, അക്രമത്തിൽ പെട്ടുപോകുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ നാവിലൂടെ പുറത്ത് വന്നു, അവരുടെ കർമ്മത്തിലൂടെ പുറത്ത് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് പുറത്ത് വന്നത്, അവരെ നാട്ടിൽ നിന്ന് ഓടിപ്പോയില്ലേ അല്ലേ, നാട്ടിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉപേക്ഷിച്ചിട്ടാണ് അവരെന്ത് ചെയ്തത്, അവർ ഓടിപ്പോയത്. ഓക്കെ, അപ്പോൾ ആ ഈമാൻ്റെ ലാസ്റ്റ് അവസാന ഘട്ടം അല്ലെങ്കിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് ആരുള്ളത്, അസ്ഹാബുൽ കഹ്ഫ് ഉള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിൽ കിട്ടാനുള്ള പാടെന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ സ്റ്റാർട്ടിങ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം, നമ്മുടെ ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അല്ലാഹു തആല നമുക്ക് അതിനുള്ള വർധനവ് തരും. പിന്നീട് എന്ത് ചെയ്യണം, നമ്മൾ പ്രവർത്തിക്കണം. സൽക്രമങ്ങൾ വർദ്ധിപ്പിക്കുന്ന സമയത്ത് ഈമാൻ വർദ്ധിക്കും. നേരെ മറിച്ച് നമ്മൾ മോശം പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഈമാൻ കുറയും. ഈമാനിന് ഏറ്റക്കുറവ് ഉണ്ടെന്ന് അല്ലേ ഈ ഒരു ആയയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഈമാനിന് എന്തുണ്ട്, വസിദ്നാഹും ഹുദ പറയുന്നില്ലേ അല്ലാഹു സുബ്ഹാനഹു തആല, വസിദ്നാഹും ഹുദ. അപ്പോൾ ഈമാൻ എന്ത് ചെയ്യും, കൂടുകയും കുറയുകയും ചെയ്യും. ഓക്കെ, കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും. നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ഈമാൻ വർദ്ധിക്കും. നമ്മൾ പ്രവൃത്തി മോശമാകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈമാൻ കുറയുകയും ചെയ്യും. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ശക്തിയാണ്. ഈ ഒരു വിശ്വാസം നമുക്ക് കിട്ടണമെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ സമയത്തും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. അപ്പോൾ നമ്മളും പതിവാക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് എന്ത്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഓക്കെ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കാനുള്ള കഴിവാർക്കുണ്ട്, അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഹൃദയത്തിനെ അള്ളാഹുവിൻ്റെ അനുസരണയിലേക്ക് തിരിച്ചു തരാൻ വേണ്ടി നമ്മൾ അല്ലാഹു തആലയോട് പ്രാർത്ഥിക്കുക. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ അവസരത്തിലും കൂടുതലായിട്ടും നടത്തിയൊരു ദുആയാണിതെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ആ ദുആ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, പിന്നെ ഈ റബത്ത് എന്നുള്ളൊരു വാക്ക് വിശുദ്ധ ഖുർആനിൽ
മൂസാ നബിയുടെ കഥ പറയുന്ന സൂറത്തുൽ ഖസസിൽ ആയ നമ്പർ 10 ആയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു വാക്കാണിത്. അപ്പോൾ മൂസാ നബിയെ പ്രസവിച്ച സമയത്ത് അല്ലേ ഫിറഔൻ്റെ ആളുകൾ അന്നുള്ള കഥ നിങ്ങൾക്കറിയാലോ അല്ലേ, ഇസ്രായേലിയർക്ക് ബനു ഇസ്രായേലികൾക്ക് ജനിക്കുന്ന ആൺകുട്ടികളെ വധിക്കുകയും പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു കിരാത ഭരണത്തിലായിരുന്നു മൂസാ നബിയെ പ്രസവിച്ചത് ആ ഒരവസരത്തിൽ. അപ്പോൾ മൂസാ നബിയുടെ ഉമ്മക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയെ ഒരു പെട്ടിയിലാക്കിയിട്ട് നദിയിലേക്ക് ഒഴുക്കാനുള്ള ബോധനം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അല്ലേ നമ്മൾ ഒരു പ്രസവിച്ച കുട്ടിയെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവരുടെ മനസ്സ് ഒഴിഞ്ഞു പോയ മാതിരിയായിപ്പോയി എന്ന്. അപ്പോൾ അതിൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി അല്ലാഹു തആല നൽകിയ അവിടെ യൂസ് ചെയ്തതാണ് ആ റബത്തിനാന്ന് പറഞ്ഞാൽ അവിടെയും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് ഖൽബിനുള്ള റബത്ത് അല്ലാഹു തആല നൽകുന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അടുത്തായ ലാസ്റ്റായ ഹ ഉലായി ഖൗമുന. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ് മീനിങ്, നമ്മൾ കണ്ടതാണ് ഞങ്ങളുടെ ജനത എന്താ ചെയ്യുന്നത്, അവർ അല്ലാഹു തആലയെ കൂടാതെ ഇലാഹുകളെ സ്വീകരിക്കുന്നു. അല്ലാഹു തആലയെ കൂടാതെ വേറെ ഇലാഹുകളെ, ഒരു ഇലാഹല്ല ഒരുപാട് ഇലാഹുകളെ സ്വീകരിക്കുന്നു. എന്നിട്ട് അവർ ചോദിക്കുകയാണ് ഇവരെന്താണ് തെളിവ് കൊണ്ടുവരാത്തത് എന്ന് അല്ലേ. ഇലാഹ് ഇപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ള തെളിവാണ് വിശുദ്ധ ഖുർആൻ അല്ലേ. വിശുദ്ധ ഖുർആനുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് അല്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളും അധ്യാപനങ്ങളും ഒക്കെ ഉണ്ട് തെളിവായിട്ട്. പക്ഷേ ഇവർ ഈ ഒരുപാട് ഇലാഹുകളെ സ്വീകരിക്കുന്ന ഈ അസ്ഹാബുൽ കഹ്ഫിൻ്റെ ജനങ്ങൾക്ക് എന്തില്ല, അല്ലെങ്കിലും അല്ലാതെ അല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ഇലാഹുണ്ട്, ഒരുപാട് ഇലാഹുണ്ട് എന്ന് പറയുന്ന ആളുകൾ ഒന്നുകിൽ എന്ത് വരണം, എന്തെങ്കിലും ഒരു കിതാബ് കൊണ്ടുവരണം, അല്ലെങ്കിൽ എന്ത് വേണം, തെളിവ് വേണം. എന്ത് ഇലാഹിൻ്റെ പ്രവൃത്തികൾ ചെയ്തതായിട്ടുള്ള തെളിവ്, എന്തെങ്കിലും സൃഷ്ടിച്ചതായിട്ടോ അങ്ങനെയുള്ള തെളിവുകളൊക്കെ വേണം. അപ്പോൾ ഇവർ പറയുന്നത് ഇവരാരും എന്ത് ചെയ്തില്ല, ഇലാഹ് ഉണ്ടെന്ന് പറയാമെന്നല്ലാതെ തെളിവുകളൊന്നും കൊണ്ടുവന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, 15ാമത്തെ ആയുടെ കണ്ടിന്യൂഷൻ. ഫമൻ അവ്ലമു, ഫമൻ അപ്പോൾ ആരാണ്, ഫ അപ്പോൾ മൻ ആര്, ഫമൻ അവ്ലമു, അവ്ലമു എന്ന് പറഞ്ഞാൽ അധികം അക്രമി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അക്രമി ആരാണ്. മിമ്മൻ, മിൻ പ്ലസ് മൻ, മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, മൻ ആര്. അപ്പോൾ മിമ്മൻ എന്ന് പറഞ്ഞാൽ ആരാണ്, ആരിൽ നിന്നാണ്. മിമ്മനിഫ്തറ, മിമ്മനിഫ്തറ കെട്ടിച്ചമച്ചവനേക്കാൾ അല്ലെങ്കിൽ കെട്ടിയുണ്ടാക്കിയവനേക്കാൾ, അലല്ലാഹി അള്ളാഹുവിൻ്റെ മേൽ, കദിബ കളവ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മേൽ കളവ് കെട്ടിച്ചമച്ചവനേക്കാൾ അക്രമി ആരാണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അസ്ഹാബുൽ കഹ്ഫിൻ്റെ ആളുകളുടെ ചോദ്യമാണിത് അല്ലേ. ഇത് അവരുടെ ജനതയെപ്പറ്റി അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 15ാമത്തെ ആടെ സ്റ്റാർട്ടിങ് നമ്മൾ ഉണ്ടാവില്ലേ, അവരത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജനങ്ങളെ പറ്റിയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ മൊത്തം മീനിങ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി കളവ് ചമച്ചവരേക്കാൾ കൂടുതൽ അക്രമി ആരാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അക്രമം എന്ന് പറയുന്നത് എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റിയുള്ള കളവ് കെട്ടിച്ചമയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ കളവ് എന്ന് പറയുന്നത് എന്താണ്, കളവ് എന്ന് പറയുന്നത് അള്ളാഹുവിനെ കൂടാതെ മറ്റുള്ള ഇലാഹുകളെ ഉണ്ട് എന്ന് പറയുക. അള്ളാഹുവിനെ കൂടാതെ മറ്റ് ഇലാഹുകൾ ഉണ്ടെന്ന് പറയുക.
അതേപോലെ തന്നെ എന്ത് ചെയ്യുക, അള്ളാഹുവിൻ്റെ സത്തയിലും ഗുണങ്ങളിലൊക്കെ മറ്റുള്ളവരെ പങ്കു ചേർക്കുക. ഇതെല്ലാമാണ് എന്ത് ഏറ്റവും വലിയ ദുൽമ്. ഏറ്റവും വലിയ ദുൽമ് അല്ലെങ്കിൽ ഏറ്റവും വലിയ അക്രമം ഇതാണ്. ഇതാണ് അസ്ഹാബുൽ കഹ്ഫിൻ്റെ ആളുകൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് തജ്വീദിൻ്റെ നിയമങ്ങൾ നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഫസ്റ്റ് ആയ 13ാമത്തെ ആയ നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്. നബഅഹും ബിൽ ഹഖ് എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളത് എന്താണ്? നബഅഹും എന്നുള്ള ഇതിന് എന്താണുള്ളത്? സാക്കിനായ മീമാണ് അവിടെ ഉള്ളത്. അപ്പോൾ സാക്കിനായ മീമിന് ശേഷം വന്നിരിക്കുന്നത് എന്താണ്? ബാ എന്നുള്ള ലെറ്ററാണ്. സാക്കിനായ മീമിന് ശേഷം ബാ വന്നിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ നിയമം, മീമിൻ്റെ നിയമങ്ങളൊക്കെ ഷഫവി എന്ന് പറയും. അപ്പോൾ അതിന് സാക്കിനായ മീമിന് ശേഷം ബാ വന്നു കഴിഞ്ഞാൽ ഇഖ്ഫാഉ ഷഫവി. ഷഫവി എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇഖ്ഫാ സാക്കിനായ നൂനിനും തൻവീനും ഉണ്ട് ഇഖ്ഫാ. അപ്പോൾ ഇഖ്ഫാ എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടി മിസ്സായി കൺഫ്യൂഷനായി പോലെ. അപ്പോൾ മീമിൻ്റെ നിയമങ്ങൾക്കെല്ലാം എന്ത്, മീമ് ചുണ്ടിൽ നിന്നുള്ള അക്ഷരമാണ് മീമ്. അപ്പോൾ മീമിൻ്റെ നിയമങ്ങൾക്കൊക്കെ എന്ത് പറയും? മീം ഷഫവി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇഖ്ഫാഉ ഷഫവി, സാക്കിനായ മീമിന് ശേഷം ബാ വന്നു. അപ്പോൾ മീമിൽ എന്ത് ചെയ്യുക? ബായിലോട്ട് മിക്സ് ചെയ്തിട്ട് മണിക്കുക ചെയ്യുക. നബഅഹും ബിൽ ഹഖ്, നബഅഹും ബിൽ ഹഖ്. അപ്പോൾ ഖാഫ് ഖൽഖലയുടെ ലെറ്ററാണ്. ഏറ്റവും കൂടുതൽ മർത്തബ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഖൽഖലയുടെ ഏറ്റവും കൂടുതൽ ലെവൽ ഏറ്റവും ടോപ്പിലുള്ള അവസ്ഥയാണ് എൻഡിൽ വരുന്നത്. എൻഡിൽ ആയുടെ എൻഡിലാണല്ലോ ഉള്ളത്. ഓക്കെ, ഹഖ്, നബഅഹും ബിൽ ഹഖ്. ഇന്നഹും എന്നുള്ളിടത്തിൽ സാക്കിനായ നൂനുണ്ട്, മണിച്ചിട്ട് 2 കൗണ്ട് മണിക്കുക. ഇന്നഹും ഫിത്തിയത്തുൻ. അവിടെ ഫിത്തിയത്തിൻ്റെ താക്ക് സുക്കൂൻ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കാറ്റ് പുറത്ത് വരുന്ന ലെറ്ററാണ് ഫിത്തിയത്തുൻ. ആ താമർബുത്തെ ഫിത്തിയത്തുൻ എന്നുള്ള താടെ മുകളിൽ തൻവീനുണ്ട്. തൻവീന് ശേഷം ഉള്ളത് ഹംസയാണ്. അപ്പോൾ തൻവീന് ശേഷം ഹംസ വന്നു കഴിഞ്ഞാൽ തൻവീനിലുള്ള നൂൻ സുക്കൂനെ വെളിവാക്കിയിട്ട് പ്രൊനൗൺസ് ചെയ്യണം. ഇൽഹാർ റൂള് ഇൽഹാറാണ്. ഫിത്തിയത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും. വസിദ് അത് ഇവിടെ 4 ഖൽഖലയുടെ ലെറ്ററാണ്. വസിദ്നാഹും ഹുദ പറയുന്നത് ദാലിന് പത്തേ തൻവീനാണ്. അത് കഴിഞ്ഞിട്ട് യാടെ ഷേപ്പിലാണ് കാണുന്നത് അല്ലേ? ഹുദൻ എന്നുള്ളിടത്തിൽ എൻഡിൽ യാൻ്റെ ഷേപ്പിലാണ് കാണുന്നത്. അത് കറക്റ്റ് യാ അല്ല, അത് അലിഫാണ്. അതിന് പറയുന്നത് അലിഫ് മക്സൂറ പറയുന്നത്. അപ്പോൾ അവിടെ ഫുൾസ്റ്റോപ്പിടുന്ന സമയത്ത് ഹുദ പറഞ്ഞിട്ട് ഫുൾസ്റ്റോപ്പിടുക. വസിദ്നാഹും ഹുദ. പിന്നെ അടുത്തായ വറബത്ന അലാ ഖുലൂബിഹിം ഇദ് ഖാമു ഫഖാലു റബ്ബുന റബ്ബുസ്സമാവാതി വൽ അർദി ലൻ. ഇവിടെ സാക്കിനായ നൂനുണ്ട് അല്ലേ? സാക്കിനായ നൂനുണ്ട്. നൂനിന് ശേഷം വന്നിരിക്കുന്നത് നൂൻ തന്നെയാണ്. അപ്പോൾ നൂനിന് ശേഷം നൂന് വന്നാൽ ഇദാമാണ്. ഇദാം ബ്യോന്ന മണിച്ചുകൊണ്ട് ലയിപ്പിക്കുക. ഇദാം ബ്യോന്ന. ലന്നദുവ മീൻ. ഇവിടെ ഈ ഒരു മീനിനും ഉണ്ട് സാക്കിനായ നൂനുണ്ട്. നൂനിന് ശേഷം വന്നത് ദാലാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഇഖ്ഫ ആണിത്, മറിച്ചിട്ട് മണിക്കുക. നൂനിൻ്റെ സൗണ്ടിനെ മറിച്ച് വെച്ചിട്ട് മണിക്കുക. അപ്പോൾ മീൻ ദൂനിഹി ഇലാഹ. അപ്പോൾ ഇവിടെ ഹാക്ക് കെസ്റയുണ്ട്. മിൻ ദൂനിഹി ആടെ കെസ്റയുടെ ശേഷമുള്ളത് എന്താണ്? യാമദ്ദാണ്. കെസ്റയെന്ന് കിട്ടാനുള്ള യാമദ്ദും യാ സഗീറയാണിത്. യാ സഗീറ ആണ്
അതിന് തൊട്ട് മുകളിൽ കാണുന്നത് അസാധാരണ മദ്ദാണ്. അപ്പോൾ അവിടെ 4 കൗണ്ട് നീട്ടിയിട്ട് പ്രൊനൗൺസ് ചെയ്യുക. സുലത്തുൽ കുബറയാണിത്, മദ്ദു സുലത്തുൽ കുബറ. ഓക്കെ, അപ്പോൾ മിൻ ദൂനിഹി ഇലാഹ. ഇലാഹ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാം, ഇലാഹ. അപ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഹാക്ക് ഒരു ഫത്തഹയും ഒരു മദ്ദും വെച്ചിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക. അല്ലെങ്കിൽ കൂട്ടിയോതൽ ആണ് ഉത്തമം എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് സുലേ പറയും. ഓക്കെ, ഇലാഹല്ല. അപ്പോൾ ഇലാഹല്ല അങ്ങനെയാണെങ്കിൽ തൻവീന് ശേഷം നമ്മൾ കൂട്ടിയോടുകയാണെങ്കിൽ തൻവീന് ശേഷം ലാമാണ് വന്നത്. സാക്കിനാനുന്നോ തൻവീന് ശേഷം ലാമ് വന്നു കഴിഞ്ഞാൽ ഇദാമാണ്, ഇദാം ബിലാ ഉന്ന. ഓക്കെ, ആ തൻവീനിലുള്ള നൂനിനെ ലാമിലോട്ട് ലയിപ്പിക്കുക. അതുകൊണ്ടാണ് ഈ ലാമിന് ശ്രദ്ധ വന്നത്. അപ്പോൾ നമ്മൾ ഇലാഹല്ല ഒരു ഫത്ത അവിടെ വെക്കും, ഇലാഹൻ്റെ മുകളിൽ ഹാടെ മുകളിൽ ഒരു ഫത്ത വെക്കും, ബാക്കിയുള്ളത് ഇങ്ങോട്ട് പോരും. അപ്പോൾ ഇലാഹല്ലഖദ്, ഇലാഹല്ലഖദ് ഖുൽനാ. ഖുൽനാ ഇവിടെ നൂനിന് മദ്ദുണ്ട്, മദ്ദിന് ശേഷം ഹംസയാണ് വന്നത്. അപ്പോൾ ഖുൽനാ 4 കൗണ്ട് നീട്ടിയിട്ട് പ്രൊനൗൺസ് ചെയ്യുക. ഖുൽനാ ഇദൻ ശതത. ഇവിടെ ഒരു തൻവീനുണ്ട്, തൻവീന് ശേഷം വന്നത് ഷീനാണ്. അപ്പോൾ തൻവീന് താക്കിനാനൂനോ തൻവീനോ ശേഷം ഷീന് വന്നു കഴിഞ്ഞാൽ ഇഖ്ഫാണ്. അപ്പോൾ ഇദൻ ശതത, തൻവീന് ശേഷം ഷീന് വന്നു കഴിഞ്ഞാൽ എന്താണ് ഇഖ്ഫ. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ നൂനിൻ്റെ സൗണ്ടിനെ മറച്ച് വെച്ചിട്ട് മണിക്കുക. അപ്പോൾ ഇദൻ ശതത പോ. ഈ പോ എന്താണ്, ഹെവി ലെറ്ററാണ്, ഹെവി അല്ല എക്സ്ട്രാ ഹെവി ലെറ്ററാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നാവിൻ്റെ പിറകു വശമൊക്കെ ഉയർത്തിയിട്ട് പ്രൊനൗൺസ് ചെയ്യൊക്കെ. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന സമയത്ത് പോ, ഒരു പാക്ക് ഒരു ഫത്തയും ഒരു മദ്ദും വെച്ചിട്ട്, ഫത്തയ തൻവീനായതുകൊണ്ട്. അപ്പോൾ ഇദൻ ശതത. ഓക്കെ, അടുത്തായ ഹ ഉലായി. ഇവിടെ ഈ ഹ ഉലായിൽ 2 മദ്ദുണ്ട്, 2 മദ്ദുകളുണ്ട്. ഹംസ കൊണ്ടുള്ള 2 മദ്ദുകളാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഹ ഉലായിൽ ഹ വേറെയാണ്, ഉലായി വേറെയാണ്. അപ്പോൾ ഹ കഴിഞ്ഞിട്ട് ഹാക്ക് മദ്ദുണ്ട് അല്ലേ, ഒരു അലിഫ് സഗീറുണ്ട് അതിൻ്റെ മുകളിൽ, അവിടെ മദ്ദുണ്ട്. ആ മദ് കഴിഞ്ഞിട്ട് ഹംസ വന്നാൽ നമുക്ക് 4 കൗണ്ട് നീട്ടണം. പക്ഷേ മദ്ദും ഹംസയും ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വേറെ വേറെ വാക്കുകളാണ്. ഹ വേറെയാണ്, ഉലായി വേറെയാണ്. അപ്പോൾ ഇത് മദ്ദാണ്, എന്ത് മദ്ദാണ്, മദ്ദുൽ മുൻഫസിലാണ്. അപ്പോൾ ഹായ്ക്ക് ശേഷമുള്ള മദ് മുൻഫസിലാണ്. പിന്നെ ഇവിടെ കണ്ടില്ലേ ലാമിന് മദ്ദുണ്ട്, ലാമിൻ്റെ മദ്ദിന് ശേഷം ഒരു ഹംസ ഉണ്ട്, അത് 2 ഒരേ വാക്കിലാണ്. അതുകൊണ്ട് അതെന്താണ്, മദ്ദുൽ മുൻഫസിലാണ്. ഇപ്പോൾ 2 മദ്ദുണ്ട് ഇതിൽ. ഒന്ന് മദ്ദുൽ മുൻഫസിൽ, ഇത് നെക്സ്റ്റ് സെക്കൻഡ് വൺ ഉള്ളത് മുൻഫസിലല്ല മുത്തസിൽ, മദ്ദുൽ മുത്തസിൽ. ഇവിടെ എന്ത് ചെയ്യുക, 4 കൗണ്ട് നീട്ടിയിട്ടാണ് പാരായണം ചെയ്യുക. ഇവിടെ നീട്ടൽ നിർബന്ധമാണ്, ലാമിൻ്റെ മദ് നീട്ടൽ നിർബന്ധമാണ്, ഹാടെ മദ് ഓപ്ഷണലാണ്. നീട്ടുകയാണെങ്കിൽ അത് 4 കൗണ്ടാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് ഹാടെ ശേഷമുള്ളത് മദ്ദുൽ മുൻഫസിലും ലാമിന് ശേഷമുള്ള മദ് മുത്തസിലുമാണ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമായിരിക്കും. നെക്സ്റ്റ് ഖൗമുനത്തഖദു, ഖൗമുന. ഇവിടെ ഈ നൂനിൻ്റെ ഒരു മദ്ദില്ലേ, ആ മദ് പ്രൊനൗൺസ് ചെയ്യൂല, മദ്ദിനെ പ്രൊനൗൺസ് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മദ്ദിന് ശേഷം ഹംസത്തുൽ വസിലാണിത്, ഹംസത്തുൽ വസിലിൻ്റെ തൊട്ട് മുന്നിലുള്ള മദ് പ്രൊനൗൺസ് ചെയ്യൂല. അപ്പോൾ നമ്മൾ പാരായണം ചെയ്യുന്ന സമയത്ത് ഖൗമുനത്തഖദു എന്നാണ് പറയുക, ഖൗമുന, നൂനിന് ഫത്തയ മാത്രം, ഖൗമുനത്തഖദു, ഖൗമുനത്തഖദു. അപ്പോൾ ഈ ഒരു ഹംസത്തുൽ വസിലിനെ പ്രൊനൗൺസ് ചെയ്യൂല. അതവിടെ ഉള്ളത് എന്തിനാണെന്ന് വെച്ചാൽ ആ വാക്കിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്തഹദു പറയണം, കെസ്റ വരും ഇതിന്, ഇത്തഹദു. ഓക്കെ, അപ്പോൾ ഇത് വാക്കുകൾക്കിടയിലായതുകൊണ്ട് നൂനിന് ഫത്തയിൽ നിന്ന് താഴോട്ട് പോയാൽ മതി. ഖൗമുനത്തഖദു മിൻ ദൂനി, ഇവിടെ സാക്കിന നൂനുണ്ട്, ദാലാണ് ശേഷം വന്നത്, അപ്പോൾ ഇഖ്ഫാണ്. മിൻ ദൂനിഹി, ഇവിടെ ഹാക്ക് കെസ്റയുണ്ട്, യാമദ്ദുണ്ട്, മുകളിൽ സാധാരണ മദ്ദുണ്ട്, ഹംസയുണ്ട്. അപ്പോൾ ഇവിടെ 4 കൗണ്ട്. ഇത് സുലയുടെ മദ്ദാണ്,
കണക്ട് ചെയ്യാനുള്ള ഈ രണ്ട് വാക്കുകളും കണക്ട് ചെയ്യാനുള്ള മദ്ദാണ്. ഇത് വലിയ മദ് എന്ന് പറയും. സ്വലത്തുൽ കുബ്ര. മിൻ ദൂനിഹി ആലിഹ ആലിഹ. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന സമയത്ത് താ മർബൂത്തയാണ് അല്ലേ. താ മർബൂത്തയ്ക്ക് ഫത്തായ തൻവീനാണ്. അപ്പോൾ താ മർബൂത്തയിൽ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഹാക്ക് സുക്കൂൻ ഇട്ടിട്ടാണ് ഫുൾ സ്റ്റോപ്പ് ചെയ്യുക. ഹാ സുക്കൂനായിട്ടാണ് ഫുൾ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണെങ്കിൽ ആലിഹ ആലിഹ, ഹാ കഴിഞ്ഞിട്ടൊരു ഹാക്ക് സുക്കൂനും. ഓക്കെ. ഇനി നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടാണ്ട് പാരായണം ചെയ്യുകയാണ് എങ്കിൽ, ഇത് ഫുൾ സ്റ്റോപ്പ് ഇടാണ്ട് പാരായണം ചെയ്യുകയാണ് ഉത്തമം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തുണ്ട്, അവിടെ തൻവീനുണ്ട്, ഇവിടെ എന്താണ് ലൗ അല്ലേ. അപ്പോൾ തൻവീന് ശേഷം ലാമ് വന്നു കഴിഞ്ഞാൽ, തൻവീന് ശേഷം ലാമ് വന്നാൽ എന്താണ്, മിക്സ് ചെയ്യും, ലയിപ്പിക്കും, പക്ഷേ എന്ത് ചെയ്യില്ല, മണിക്കൂല. അതുകൊണ്ടാണ് ഈ ലാമിന് ശ്രദ്ധ വന്നത്. അപ്പോൾ നമ്മൾ പാരായണം ചെയ്യണമെങ്കിൽ ആലിഹത്തല്ല ആലിഹത്തല്ലൗല, ഒരു താക്കിയുടെ താടെ മുകളിൽ ഒരു ഫത്ത വെക്കും, ബാക്കിയുള്ളത് ഇങ്ങോട്ട് വരും. അപ്പോൾ ആലിഹത്തല്ലൗ ആലിഹത്തല്ലൗല യത്തൂന. ഈ യാടെ മുകളിൽ യാ കഴിഞ്ഞിട്ടുള്ളത് ഹംസത്തുൽ ഖത്തായാണ്. അതിനെന്ത് ചെയ്യുക, കട്ട് ചെയ്തിട്ട് പ്രൊനൗൺസ് ചെയ്യുക. യത്തൂന യത്തൂന അലൈഹിം. ഇവിടെ സാക്കിന മീമ് വന്ന്, നമ്മൾ നേരത്തെ കണ്ടതാണ്. സാക്കിന മീമിന് ശേഷം ബാ വന്നു കഴിഞ്ഞാൽ ഇഖ്ഫ ആണ്. ഇഖ്ഫ ഉ ഷഫവി, ഇവിടെ ഇഖ്ഫ ഉ ഷഫവി. അപ്പോൾ അലൈഹിം ബി സുൽത്താനിൻ അലൈഹിം ബി സുൽത്താനിൻ. ഇവിടെ തൻവീന് ശേഷം ബായാണുള്ളത്. തൻവീന് ശേഷം ബാ ആണ്. ഇഖ്ലാബ് എന്ന് പറയും. ഇഖ്ലാബാണ് മാറ്റുക. നൂനിൻ്റെ സൗണ്ടിൽ മാറ്റിയിട്ട് എന്ത് വെക്കുക, മീമിൻ്റെ സൗണ്ട്. അതുകൊണ്ടാണ് ചെറിയൊരു മീം അതിൻ്റെ ടോപ്പിൽ കാണുന്നില്ലേ. അപ്പോൾ നൂനിൻ്റെ സൗണ്ടിനെ മാറ്റി മീമിലോട്ടാക്കിയിട്ടാണ് ഇത് മണിക്കുക. ഓക്കെ. അപ്പോൾ സാക്കിന നൂനിനോ തൻവീനോ ശേഷം ബാ വന്നു കഴിഞ്ഞാൽ നൂനിൻ്റെ സൗണ്ടിൽ മീമിൻ്റെ സൗണ്ടിലോട്ടാക്കിയിട്ടാണ് മണിക്കുക. നൂനിൻ്റെ സൗണ്ടിനെ മീമിൻ്റെ സൗണ്ടിലോട്ടാക്കി മണിക്കും. അപ്പോൾ നമ്മൾ ബിസുൽത്താനിം ബയ്യിൻ ബിസുൽത്താനിം ബയ്യിൻ. ഇനി ബയ്യിൻ എന്നുള്ളിടത്തിൽ നമുക്ക് ഫുൾ സ്റ്റോപ്പ് വേണമെങ്കിൽ ഇടാം. ഫുൾ സ്റ്റോപ്പ് ഇടാണ്ട് ഓതലാണ് ഉത്തമം. അങ്ങനെയാണെങ്കിൽ തൻവീന് ശേഷം ഫ ആണ് വന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇഖ്ഫ ആണ്. ഫയുടെ മഖ്റജിൽ വെച്ചിട്ടാണ് ഇവിടെ മണിക്കേണ്ടത്. അപ്പോൾ ബയ്യിനിം ഫമൻ. അപ്പോൾ ഇവിടെ ഒരു നൂനുണ്ട്, സക്കിന നൂനിന് ശേഷം ഹംസ വന്നു, ഇദ്ഹാർ, നൂനിൻ്റെ സൗണ്ടിനെ വെളിവാക്കുക. ഫമൻ അവ്ലമു, വ ഹെവി ലെറ്ററാണ്. അവ്ലമു മിമ്മൻ. ഈ മീമിനെ മണിച്ചിട്ട് പ്രൊനൗൺസ് ചെയ്യുക, രണ്ട് കൗണ്ട് മണിക്കുക, ശ്രദ്ധയുള്ള മീമാണ്. മിമ്മനിഫ്തറ അലല്ലാഹി കദിബ. ബാടക്ക് ഫത്താ തൻവീനാണുള്ളത്. അപ്പോൾ ഒരു ഫത്ത വെച്ചിട്ട് ഒരു മദ്ദുമായിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക, കദിബ. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു 3 ആയയിലൂടെ നമ്മൾ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ അല്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ത്യജിച്ച് കഴിഞ്ഞാൽ നമുക്കെന്താണ്, നമുക്ക് ഈമാനെ വർദ്ധിപ്പിച്ച് തരികയും അല്ലേ, അവസാന വിജയം നമുക്ക് നൽകുകയും ചെയ്യും. അവസാനം നമ്മൾ വിജയിക്കും. അപ്പോൾ അത് നമ്മൾ ഈ കഥ എൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈമാൻ ഉണ്ടാവണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നമ്മളെ ഭാഗത്തു നിന്നൊരു പ്രവർത്തനം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, അതിനെ വർദ്ധിപ്പിച്ച് തരും. ഓക്കെ. അപ്പോൾ നമ്മളെല്ലാവരും അതേപോലെ തന്നെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈമാൻ വർദ്ധിക്കും. ഈമാന് വർധനവും കുറവുണ്ടാവും. നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് വർദ്ധിക്കും, മോശം പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് കുറയുകയും ചെയ്യും. അപ്പോൾ നമ്മളെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല
ഇനി പറയാനൊന്നും വിട്ടുപോയിട്ടില്ലല്ലോ അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഈമാനി റബത്തിന ഖുലൂബ് എന്ന് പറഞ്ഞില്ലേ, റബത്തൽ ഖുലൂബ്, റബത്തൽ കൽബുള്ള ആളുകളുടെ കൂട്ടത്തിൽ അല്ലേ, ഖുലൂബിന് നമ്മുടെ കൽബുകൾക്ക് ദൃഢവിശ്വാസം കിട്ടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത വനസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.